ക്രിപ്റ്റോയിൽ ഒരുപാട് ആൾക്കാർ കുറേ തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് മണി എന്നാണ്. അല്ല, ഹൈ റിസ്ക് ഹൈ റിവാർഡാണ് ക്രിപ്റ്റോ. അതായത് ഒരു സർട്ടൻ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 50% സാധ്യത സീറോയിലേക്ക് പോകാനാണ്. ബാക്കി 50% മാത്രമേ ഉള്ളൂ അത് വലിയ രീതിയിലുള്ള റിട്ടേൺസ് കിട്ടാൻ. ചിലപ്പോൾ അത്രത്തോളം പ്രോബബിലിറ്റി പോലും ഉണ്ടായെന്ന് വരത്തില്ല. ഇപ്പോൾ ഒരു ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും അധികം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വൈറ്റ് പേപ്പർ അനാലിസിസ് ആണ്. അതായത് വൈറ്റ് പേപ്പർ എന്താണ്, ആ വൈറ്റ് പേപ്പറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോയിലെ മെയിൻ ഫണ്ടമെൻ്റലാണ്. അതായത് അതിലില്ലാത്ത കാര്യമൊന്നും ആ ക്രിപ്റ്റോയിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു വൈറ്റ് പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ യൂസ് കേസ് എന്താണ്, റോഡ് മാപ്പ് എന്താണ്, അവരുടെ ഫ്യൂച്ചർ എന്താണ്, അവരുടെ കമ്മ്യൂണിറ്റി എന്താണ്, ഇനി അവർ യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്താണ്, എല്ലാ കോഡ്സ് ഉൾപ്പെടെ അതിൽ കിട്ടും. ചാടിക്കേറി ഒരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു വൈറ്റ് പേപ്പർ അനാലിസിസ് നടത്തി തറവ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വലിയ രീതിയിലുള്ള റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഈ ഒരു ക്രിപ്റ്റോ എന്ന് പറയുന്നത് യങ് ടെക്കീസ് കാര്യങ്ങൾക്ക് മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെയൊന്നുമല്ല, ആർക്ക് വേണോ പൈസ ഉണ്ടാക്കാം. കറക്റ്റായിട്ട് അത് മനസ്സിലാക്കണം, പഠിക്കണം, അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും.